തുടർക്കഥ അയാൾക്കും പറയുവാനുണ്ടായിരുന്നു. ഭാഗം 7. രചന അവതരണം കാവേരി ശ്രീനി. അരവിന്ദേട്ടാ, ഞാൻ ഓടിച്ചെന്ന ശിരസന്റെ മടിയിലേക്ക് മാറ്റി. തോളിൽ കിടന്ന ഷോൾ കൊണ്ട് രക്തം ഒപ്പിക്കൊണ്ട് ആ മുറിവിന് ചുറ്റുമെന്നോണം കെട്ടിവെച്ചു. അച്ഛനൊന്നും മിണ്ടുന്നില്ല. വണ്ടി വിളിക്കച്ച. അരവിന്ദേട്ടനാണെന്ന് കരുതണ്ട, ഒരു ജീവനാണെന്ന് കരുതച്ച. ആരും വണ്ടി നിർത്താൻ തയ്യാറായില്ല. അവസാനം ദൂരെ നിന്ന് വന്ന കാറിന് മുന്നിലേക്ക് താൻ ഓടിച്ചെന്നു. കാറിന് മുന്നോട്ട് പോകണമെങ്കിൽ തന്റെ അരവിന്ദേട്ടൻ അതിലുണ്ടാകണം. അല്ലാതെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ എന്റെ ശരീരത്തിലൂടെയേ നിങ്ങൾക്ക് മറികടക്കാനാകൂ. കാറിന് മുന്നിൽ ചാരി നിന്നുകൊണ്ട് ഞാൻ അലറി. അപ്പോഴേക്കും അരവിന്ദേട്ടനെ കാറിൽ കയറ്റിയിരുന്നു. ആരോ വന്ന് പറയുന്നുണ്ടായിരുന്നു, വരൂ, ആശുപത്രിയിലേക്ക് പോകാം. വളരെ വേഗത്തിൽ തന്നെ ആ വാഹനം മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് കടന്നകത്ത് കയറി. സ്ട്രെച്ചർ വന്നു. വേഗം അതിൽ കിടത്തി അകത്തേക്ക് കൊണ്ടുപോയി. രക്തമെല്ലാം തുടച്ചു മരുന്നു പുരട്ടവേ നീറ്റലാൽ അരവിന്ദേട്ടൻ പെട്ടെന്ന് കണ്ണു തുറന്നു. കൺമുന്നിൽ എന്നെ കണ്ടിട്ടാവണം ആ മിഴികളിൽ ഈറനണിഞ്ഞത്. ഒന്നുമില്ല, ഞാനുണ്ട് കൂടെ. ആ മിഴികളോട് ഞാൻ മൊഴിയവേ ആ മുഖത്തു പ്രതീക്ഷയുടെ പുഞ്ചിരി വിടരുന്നത് ഞാൻ കണ്ടു. പക്ഷേ അച്ഛൻ്റെ മുഖം മാത്രം തെളിച്ചമില്ലാത്ത കണ്ണാടി പോലെ. ഞാൻ അരികിലേക്ക് ചെന്നു. വാമോളെ, നമുക്ക് പോകാം. വഴിയിൽ കിടന്നു പിടയുന്ന ജീവൻ ശത്രുവിൻ്റെതായാലും രക്ഷപ്പെടുത്താൻ തന്നാലാവുന്നതൊക്കെ ചെയ്യണമെന്ന പാഠമാ അച്ഛൻ പഠിച്ചിരിക്കുന്നത്. അതെന്റെ മോൾക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. അതിലച്ഛൻ അഭിമാനവുമുണ്ട്. ഇനി നമുക്ക് പോകാം. അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നേ? അച്ഛന് വല്ല ബോധമുണ്ടോ? ഉണ്ട് മോളെ. എന്റെ മോളെ അവൻ ഒറ്റക്കൈയാൽ ഭിത്തിയോട് ചേർത്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പാകത്തിന് നിൽക്കുമ്പോൾ ഒരു നിമിഷം വൈകിയിരുന്നു ഈ അച്ഛൻ വരാനെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ അച്ഛന് ബോധമുണ്ടാകുമായിരുന്നില്ല. ഇവനെയും കൊന്ന് ഏതെങ്കിലും ഈട്ടറയിൽ ഒരു ഭ്രാന്തനെ പോലെ ഈ അച്ഛൻ ഉണ്ടായേനെ. ബോധത്തോടു കൂടി പറയുകയാണ് മോളെ, നമുക്ക് പോകാം. ഇവനെ നമുക്കറിയില്ല. വഴിയിൽ കിടന്ന ഒരു വഴിപോക്കൻ. ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ മാത്രമാണ് നമ്മൾ. അത് നമ്മൾ ചെയ്തു. സാധിക്കില്ല അച്ഛാ. ഈ കിടക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. ഈ നിൽക്കുന്ന അച്ഛൻ തന്നെ കൂട്ടിച്ചേർത്ത ബന്ധം. ഈ ഒരവസ്ഥയിൽ തനിച്ചാക്കി പോരാൻ മനസ്സ് അനുവദിക്കുന്നില്ലച്ചാ. ഇവന്റെ കൂടെ പോയാൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നിനക്ക് സാധിക്കില്ല കുഞ്ഞേ. നീ അച്ഛനോടൊപ്പം വാ. ഇടറിയ സ്വരത്തിൽ അച്ഛനത് പറയുമ്പോൾ എനിക്കതൊന്നും ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല. പഠിക്കുക എന്നത് എപ്പോൾ വേണമെങ്കിലും ആകാമച്ചാ. പക്ഷേ അരവിന്ദേട്ടനെ ഈ അവസ്ഥയിൽ ഇട്ടേച്ചു പോയാൽ ദൈവം പോലും പൊറുക്കില്ല. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്ന അച്ഛൻ്റെ പിന്നാലെ ഞാൻ നടക്കവേ അരവിന്ദേട്ടൻ നല്ല മയക്കത്തിലായിരുന്നു. അച്ഛാ, നമ്മളെ സഹായിച്ച ആ വണ്ടിക്കാരൻ എവിടെ? എനിക്ക് അദ്ദേഹത്തോട് നന്ദി പറയണം. പാർക്കിങ്ങിൽ കിടന്ന വണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് അച്ഛൻ ഒരിക്കൽ കൂടി ചോദിച്ചു, മോളുടെ തീരുമാനം അന്തിമമാണോ? അതെ അച്ഛാ, ഞാൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കലേക്ക് വരാം. പക്ഷെ ഇവനെ കൂട്ടരുത്. അഥവാ ഇവനെ കൊണ്ടുവരാൻ വന്നാൽ തന്നെ മദ്യപാനം നിർത്തിയിട്ടാവണം. ഇവൻ നല്ലവനാ. അതേസമയം മദ്യമകത്തു ചെന്നാൽ ഇവൻ ക്രൂരനുമാ. ലഹരി അത് എത്രമാത്രം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നവൻ അതിൻ്റെ ഉന്മാദത്തിൽ എന്തിനും തയ്യാറാകുന്നു. അച്ഛൻ പോകുക. അമ്മയോട് എന്തു പറയണമെന്നറിയില്ല. നിറമിഴിയാലെ അച്ഛൻ നടന്നു നീങ്ങുന്നതും നോക്കി താൻ ആ തൂണും ചാരി നിന്നു. അരവിന്ദേട്ടൻ ഇപ്പോൾ ഉണർന്നിട്ടുണ്ടാകും. കാറുകാരനൊരു നന്ദിയെങ്കിലും പറഞ്ഞിട്ട് വേഗം അരവിന്ദേട്ടന്റെ അരികിലേക്ക് പോകാം. കാറിന്റെ ഗ്ലാസിൽ കൊട്ടിയപ്പോൾ ഡോർ തുറന്നു പുറത്തേക്കിറങ്ങിയ രൂപം താൻ പെട്ടെന്ന് നടുങ്ങിപ്പോയി.